അയ്യോ രാമേ, ഞാൻ എത്ര ദൂരത്ത് വരുമെന്നറിയോ? ദൂരദർശൻ കേന്ദ്രത്തിന്റെ അവിടുന്ന് ഓട്ടോ കയറി, ബസ് കയറി, ഇതെവിടെ എത്തിയപ്പോ ഐസ്ക്രീം ബാർ കയറി ആ കുട്ടി. അതിനെന്താ, അവര് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അയ്യേ, അത് കഴുതി കൂട്ടി കാത്തിരിക്കുന്ന പോലെ തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, മെല്ലെ ഐസ്ക്രീം ബാർ കയറി ഒരു ഐസ്ക്രീം വാങ്ങി, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വരുമോ? അതൊക്കെ ഒരുമാതിരി. അയ്യേ, എന്തൊരു മാതിരി, അങ്ങോട്ട് ചെല്ല്. പോട്ടെ, ഇനി ഇങ്ങനത്തെ ചാൻസ് കിട്ടില്ല കേട്ടോ. അച്ഛനാണോ സത്യം? ധൈര്യമായിട്ട് ചെല്ല്, ധൈര്യമായിട്ട്. ഞാൻ അനുഭവിച്ചോളൂ. ചെല്ല്. ഒരു ഐസ്ക്രീം ഏതാ വേണ്ടത്? ഏതാ ഉള്ളത്? വെനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, പിസ്ത, ബട്ടർ സ്കോച്ച്, ചോക്കോബാർ എല്ലാം ഉണ്ട് സാർ. ഏതാ വേണ്ടേ? മിസ് രാധികയല്ലേ? ഈ ടിവിയിലൊക്കെ അല്ല സാർ, എക്സ്ക്യൂസ് മീ, ടിവിയിലെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു, വളരെ നന്നായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഡോക്ടർ കെ എസ് മേനോന്റെ മകളല്ലേ? അതെ, അച്ഛനറിയോ? കൊള്ളാം, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറല്ലേ. ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ. എന്റെ അമ്മൂമ്മയുടെ വാദം ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത്. പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാനുള്ളത്. പുള്ളി ചികിത്സിച്ച് ഭേദമാക്കേണ്ട കാര്യമില്ല, അത്ര കൈപ്പുണ്യമുള്ള ആളാ. ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ. എന്റെ അച്ഛനാണോ നിങ്ങൾ ചികിത്സിക്കുന്നത്? അതെ. ഉറപ്പാണോ? മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ, എന്താ പ്രശ്നം? അല്ല, എന്റെ അച്ഛനൊരു മൃഗ ഡോക്ടറാണ്. ശ്യാമ മേഘമേനി ഇതുകുല സ്നേഹദൂതുമായി. ഹലോ, ദൂരദർശൻ കേന്ദ്രൻ അല്ലേ? അല്ലേ, നീ നേരത്തെ പറഞ്ഞോളാ. ഓടാന്നോ? അത് ശരി, റോങ് നമ്പർ വിളിച്ച. ശ്യാമ മേഘമേനി യദുകുല സ്നേഹദൂതുമായി വാ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് ടി വിയിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ? ശ്യാമ മേഘമേ വാ യദുകുല. അതെ, രാധിക. ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം. സോറി. അതെന്ത് സോറി ആശാനെ? അതെ, എനിക്ക് എനിക്ക് പിന്നെ എന്തിനാ അറിയിക്കാന്? അത് പ്രതികരണത്തിൽ ചോദിച്ചാൽ മതി. എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാൽ പോരാ, നേരിട്ട് അറിയിക്കണം. ഞാൻ ആരാന്നോ? എടോ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതിന്റെ മൗലികാവകാശ എനിക്ക് നേരിട്ട് അറിയിക്കണം. അതിന്റെ അഡ്രസ്. കല്യാണം കഴിക്കാനാണോ? കല്യാണം കഴിക്കാൻ തന്നെ. തനിക്ക് എങ്ങനെ മനസ്സിലായി? കല്യാണം കഴിക്കാൻ തന്നെടാ. എടോ, താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട. താൻ ആ പരിപാടി ഇറങ്ങി കെട്ടായപ്പോതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ തന്ത. വളരെ മോശമായിപ്പോയി. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ അയാൾ മോശമായിപ്പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്കാം. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയോ? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു. എന്തൊരു ആശ്വാസം. ഇയാളൊരു ചുക്കും പറയണ്ട. തനിക്ക് ആരുവാ ലൈസൻസ് തന്നു? അത് ശരി, കൊണ്ടിടിച്ചിട്ട് ചിരിക്കണ. റോങ് സൈഡിൽ വന്ന് കാറിൽ ഇടിച്ചതും പോരാ. പ്രകാശ് സാർ വരുന്നു. നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് സാർ അറിയണ്ട. ഞാൻ പോയി പുള്ളിക്കാരനെ ഹാൻഡിൽ ചെയ്തിട്ട് വരാം. സ്കൂട്ടർ പഠിച്ചോണ്ടിരിക്കാനെന്നുള്ള വിവരമൊന്നും പറയണ്ട. അയ്യോ, വണ്ടി ഒന്നും എടുക്കാൻ നോക്കണ്ട, പോലീസ് വരട്ടെ. തീരുമാനം ഓട്ടം എന്നിട്ട് എടുത്താൽ മതി. എന്തുവാടേ പ്രശ്നം? സാർ സ്കൂട്ടർ ഒന്ന് തട്ടി. ഓ, അത് ശരി. നമ്പരില്ല, റോങ് സൈഡിൽ കൊണ്ടുവന്നെ കാറിലിടിച്ചു. ഞാൻ കേസ് കൊടുക്കുന്നത് പേടിച്ചായിരിക്കും ഇങ്ങോട്ട് ഉടക്കാൻ വരുന്നത്. നിങ്ങളുടെ പേര് കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ സാർ, ഞങ്ങൾ മര്യാദയ്ക്ക് വരികയായിരുന്നു. അയാളാണ് കൊണ്ട് തട്ടിയത്. ഞങ്ങൾ കളഞ്ഞിട്ട് പോകാന്ന് കരുതി. പിന്നെ അയാൾ തട്ടിക്കറി. ഞങ്ങൾ അഡ്വക്കേറ്റ് ശ്യാംപ്രകാശിന്റെ ജൂനിയേഴ്സ് ആണെന്ന് പറഞ്ഞപ്പോ ഏത് ശ്യാംപ്രകാശ്, അവന്റെ തന്ത വന്നാലും എന്നെ ഒരു ചുക്കും ചെയ്യില്ലെന്ന് അയാൾ പറഞ്ഞു. ആളാരാണ് ഞങ്ങൾക്ക് അറിയില്ല. നീ വാ, നമുക്ക് ചോദിക്കാം. പോയ പെയിന്റിന്റെ കാശ് വാങ്ങിച്ചെന്നാ. നീ വാ. എന്താ പ്രശ്നം? നിങ്ങളാരാ? എന്റെ പേര് ശ്യാംപ്രകാശ്, അഡ്വക്കേറ്റ്. സോപ്പൊന്നും ഇടണ്ട. ട്രാഫിക് വളരെ കൂടിയ ഒരു സ്ഥലമാണിത്. നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് ആയിട്ട് ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്ത് സ്ഥലം കാലിയാക്കി. കണ്ടില്ലേ, എന്റെ ഭാഗത്താണെന്നൊന്നും എനിക്കറിയണ്ട ആവശ്യമില്ല. ഞാൻ ആളിത്തിരി പക്ഷേ
ഓ അത് ശരി. അതെ ആൾക്കാരുടെ മുമ്പിൽ ചൊല്ലിയാൽ ഊരരുത്. നിങ്ങൾ മര്യാദയ്ക്ക് അവർക്ക് കാശ് കൊടുക്കുന്നോ? കാശ് കൊടുക്കുന്നില്ല. ഓഹോ, എങ്കിൽ പിന്നെ കോടതി വെച്ച് കാണാം. ഓ ഏ ശരി. ആ ശരി. നിങ്ങളെ ഞാൻ എന്റെ കാലിൽ വീഴ്ചില്ലെങ്കിൽ എന്റെ പേര് അഡ്വക്കേറ്റ് ശ്യാംപ്രകാശ് എന്നല്ല. ശ്യാം സാർ, ചുമ്മാ വണ്ടി എടുക്ക്. വണ്ടി നമ്പർ നോട്ടി. ശരിക്കും നോക്കി. എനിക്കറിയാം വണ്ടി എടുക്ക്. ഞാൻ കാണിച്ചു തരാം. ശരി, കാണാം. ഇവിടുന്ന അതുതന്നെ പ്രശ്നമൊന്നുമില്ല. കാണാം. ഞാൻ ആരാണെന്ന് എനിക്ക് കാണിച്ചു തരാം. ആഹാ. വരൂ. ഡോക്ടർ സാറുണ്ടോ? ഉണ്ട്, കുളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വരും. വരുന്നേ. അല്ല, ചികിത്സയൊക്കെ എങ്ങനെ നടക്കുന്നു? മോൾക്ക് പനിയോ ജലദോഷമോ ഒക്കെ വന്നാ ഇവിടെ തന്നെ ചികിത്സിക്കാമല്ലോ. ഓ, വലിയ തമാശയെന്നായിരിക്കും വിചാരം. അല്ല, ഞാൻ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് ആലോചിച്ച് ബുദ്ധിമുട്ട്. ഈ കന്നുകാലികളുടെ കുളമ്പ് രോഗത്തെ തുടങ്ങി സങ്കരയിനം പശുക്കളിലെത്തി അവസാനം രാധികയുടെ കേസ് പ്രസന്റ് ചെയ്യാം. എന്താ? അതൊക്കെ സാറിന്റെ സൗകര്യം പോലെ. എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്തിട്ടേ ഇവിടുന്ന് പോകാവൂ. അതാ മിടുക്ക്. അതൊക്കെ ഞാൻ ഏറ്റു. കൊലമരത്തിൽ നിന്ന് വരെ ആൾക്കാരെ രക്ഷിച്ചിട്ടുള്ള ആളോടാ. ആരാ മോളെ വന്നിരിക്കുന്നത്? അയ്യോ, അയ്യോ, അച്ഛൻ ഒന്നും തോന്നുന്നു. അതെ, നമ്മൾ തമ്മിൽ പരിചയമുള്ള കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ. ഒരു കല്യാണ ആലോചനയായിട്ടേ പ്രസന്റ് ചെയ്യാവൂ. അതൊക്കെ ഞാൻ ഏറ്റു. വിളി. ആരാ? എന്തു വേണം? ഓഹോ, താനാണോ? വീട്ടിലൊന്ന് വെല്ലുവിളിക്കാൻ വന്നാണോ? അല്ല സാർ, അത് പിന്നെ നിങ്ങളെ പോലെ ചെറുപ്പക്കാരിൽ നിന്നും അല്പം കൂടെ ഡീസൻസി ഞാൻ പ്രതീക്ഷിച്ചു. അല്ല സാർ, സത്യം പറഞ്ഞാൽ ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കാൻ വന്നതാണ്. എന്താ ഇത്? ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് സാറിന് പിന്നീട് മനസ്സിലാവും. അല്ല സാർ, തെറ്റെന്റെ ജൂനിയേഴ്സിന്റെ ഭാഗത്തായിരുന്നു എന്ന് ഞാൻ പിന്നീടാ മനസ്സിലാക്കിയത്. ഞാനൊരു എടുത്തുചാട്ടക്കാരനാണ്. കാള പെറ്റുമെന്ന് കേട്ടാൽ ഉടൻ തന്നെ ഞാൻ എക്സാക്ട്ലി. ഇതിനു മുമ്പും പല അബദ്ധങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സത്യം പറയാലോ, ആൾക്കൂട്ടത്തിൽ വെച്ച് ഒന്ന് ഷൈൻ ചെയ്യാലോ എന്നൂടെ കരുതിയ. സാർ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. എങ്കിലേ എന്റെ ആത്മാവിന്, സോറി, എന്റെ മനസ്സിന് സമാധാനം കിട്ടൂ. ഓക്കെ, ഞാൻ ക്ഷമിച്ചു. പോരെ? എങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ആവട്ടെ. പോട്ടെ. ശരി. എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നേ കുടിക്കാൻ. ഓ, അതിനെന്താ മോളെ, ചായ കാപ്പി കൊണ്ടുവരൂ. മകളായിരിക്കും അല്ലേ? എന്താ? അല്ല, ഒന്നുമില്ല. ചായ കുടിക്ക്. അച്ഛന് വേണ്ട. സാറൊരു മൃഗ ഡോക്ടറാണല്ലേ? എങ്ങനെ അറിയാം? അല്ല, എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. അല്ല, ഞാൻ മൃഗാശുപത്രി വെച്ച് സാറിനെ ഒരിക്കൽ കണ്ടു, അങ്ങനെ മനസ്സിലായി. സാർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. എന്താ പറയൂ. സാർ അതിനെ നോ എന്ന് പറയരുത്. ഇതെന്റെ ജീവിതത്തിന്റെ ഒരു പ്രശ്നമാണ്. ഈ നാട്ടിൽ ഏറ്റവും പ്രാക്ടീസ് ഉള്ള ഒരു ക്രിമിനൽ ലോയറാണ് ഞാൻ. സാർ എനിക്ക് സാറിന് നോ എന്ന് പറയരുത്. സാറിന്റെ സാറിന്റെ ഒരു അൽസേഷൻ പട്ടിക്കുട്ടി തരണം. അതിലൂടെ പട്ടികളെ ഇല്ലല്ലോ. പട്ടിയില്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. അത് മാത്രമല്ല, ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച ഞാൻ LLB പാസ്സായത്. അല്ല രാവേട്ടാ? ഏത് റാങ്ക്? ഫസ്റ്റ് റാങ്ക്. മിടുക്കൻ. അതുകൊണ്ട് ഈ കേസിന്റെ കാര്യം പറഞ്ഞൊന്നും എന്നെ വരട്ടരുത്. 95%, അതായത് 95% ഞാൻ വിജയിച്ചിട്ടേ ഉള്ളൂ. പറഞ്ഞു കൂടേ. അതെ, ഞങ്ങളുടെ ബോസായോണ്ട് പറയല്ല. നിയമത്തിന്റെ കാര്യത്തിൽ സാറ് അതോറിറ്റി തന്നെയാ. സാറ് കോടതി വാദിക്കുന്നത് കാണാൻ തന്നെ എത്ര ഒരു കൂടുമെന്ന് അറിയാമോ? രാജകലയല്ലേ, ജീനിയസാ. ഓവറാക്കാതെ. ജൂനിയേഴ്സ് ആണെന്ന് കരുതി ഞാൻ തരുന്ന സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യൂ. അല്ല, ചെയ്യൂല. സ്മോൾ വഴി. ഞങ്ങൾ പോട്ടാ. അല്ല,
ഇവര് നിങ്ങൾ എങ്ങനെ പോകും? ഞങ്ങൾ ആട്ടോയിൽ പോകോളാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് ശരി. നിങ്ങൾ ഓട്ടോ അത് പോയി ശരി. അത് ശരിയല്ല. അത് ശരി. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളൊരു ഓട്ടോ പോയിക്കോ. നമ്മളെങ്ങനെ പോവും? നമ്മള് കാറ് പോവും. ആര് ഡ്രൈവ് ചെയ്യും? ഞാൻ ഡ്രൈവ് ചെയ്യും. അത് ശരി. ഇത് നല്ല പ്രവണത. കള്ളു കുടിക്കുന്നവരെ ഞാൻ ഓട്ടണം, കള്ളു കുടിച്ചാൽ കുട്ടനെ ഓട്ടണം. ഈശ്വരനാണ് സത്യം. ഇത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ എന്നെ പട്ടിനെ വിളിക്കുന്നത് വിളിച്ചോ. അല്ല. കൊറേ ഞാൻ സഹിക്കുന്നു, കൊറേ ഞാൻ സഹിക്കുന്നു. ശരി, ഞാൻ ഓടിക്കുന്നില്ല. വരിക. മതി. ഞാൻ ഓടിക്കുന്നില്ല. വാ, പറയുന്നത് മനസ്സിലാക്കി. അങ്ങോട്ട് വാ. ഞാൻ ഓടിക്കുന്നില്ല. അങ്ങോട്ട് കയറ്, കയറ് കയറ്. അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും. കാലി കാലി കാലി. അവിടെ ഇരിക്കും കേട്ടാ. മുതിർന്നവർ പറയുമ്പോ മനസ്സിലാക്കണം. അങ്ങനെ സൂയിക്കണം. ഇത് എന്തൊരു സങ്കടമാണ് ഭഗവാനെ. പറഞ്ഞാലും അയ്യോ വൈപ്പർ പൈപ്പ് വഴി മഴ പെയ്താ പിന്നെ അപ്പ ഇടണ്ടല്ലോ. പിന്നെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണാണ്. ആരുടെ? ആരുടെ? എന്റെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണാണെന്ന്. എവിടെ? എന്താ ചെയ്യ ഭഗവാൻ. ഇതാ സ്വിച്ച് ഇവിടെ. എന്താ ചെയ്യേണ്ട? ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യണോ? അത് പറഞ്ഞാ പോരെ. ഞാൻ അതല്ലേ പറഞ്ഞത്. ആ, പൊടി. ഇതിന്റെ സ്വിച്ച് എവിടെയാണ്? ഓ, സ്വിച്ച് ഇതാ ഇവിടുന്ന് രണ്ടാമത്. അയ്യോ, ഇങ്ങോട്ട് പോരെ. മതി. എങ്ങോട്ടാ എങ്ങോട്ടാ? വീട് ഇവിടെ ഇങ്ങോട്ടാ. അയ്യോ, എന്നെ വഴി പഠിപ്പിക്കല്ലേ. എനിക്കറിയാം, അങ്ങനെ എനിക്കറിയാം. എത്ര പൂച്ചട്ടിയാ പൊട്ടിച്ചത്? ആരെ? പൊട്ടേ. അതെ, അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം രാഘവേട്ടനെ മനസ്സിലാക്കി തരാനാ ഞാൻ അങ്ങനെ ഓടിച്ചത്. ഞാൻ വണ്ടിയിലിരുന്ന് സ്വർഗം കാണിയിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ട് സ്വർഗം? കൊള്ളാം. നമ്മൾ എപ്പോ വണ്ടി ഓടിച്ചാലും നല്ല കെയർഫുൾ ആയിട്ട് ഓടിക്കാവുള്ളൂ. ദൂരെ നിന്നൊരു വണ്ടി വന്നാൽ ഇങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് ആയി അങ്ങ് ഓടിക്കണം. പേടിപ്പിക്കേ. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. വരൂല വരൂല. വേണ്ട വേണ്ട. വായ കഴിട്ട് കീറുന്നോ? എന്തൊരു സങ്കടം. ഇവിടെ വാ, ഇങ്ങോട്ട് തള്ളണോ? അല്ല അല്ല അല്ല. അയ്യോ, ഇതാ പോണം, ഇതാ പോണം. ഈ കണ്ട പൂച്ച അവിടെ അറിവും. അവിടെ കേട്ടാ. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. എന്താ ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കത്തൊന്നുമില്ല. അതെന്താ ക്ഷീണിക്കുന്നറിയാവോ? അതിന്റെ രീതി ചെയ്യണം. ഇത് ശരിയല്ല. ഇതാ നോക്ക്, ഇതാ ചെസ്റ്റ്, ഹാൻഡ് ഇങ്ങനെ പിടിക്കണം കേട്ടാ. ഹിപ്പ് ലുക്ക് ഇങ്ങനെ ആയിരിക്കണം. എന്നാ ഒന്ന് ചവിട്ടി കാണിച്ചേ. എനിക്ക് ചവിട്ടി കളിക്കാൻ സമയമില്ലെന്ന്. കളിക്കാൻ അടുക്കള പാടി വെറുതെ മനുഷ്യൻ. അമ്മേ, ഗുഡ് മോർണിംഗ് മദർ. എന്താ ഒരു ഗൗരവം? ഇന്നലെ ഞാൻ വന്നതൊന്നും അറിഞ്ഞില്ല. ഭയങ്കര ഉറക്കമായിരുന്നു. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. നീ ഇന്നലെ എത്ര മണിക്കാ വന്നേ? ഞാനൊരു 10 മണിയായി കാണും അല്ലേ? 10, 10:30, 11 മണിയായി. 11? ഒരു
11:30 12 ആയി കാണും. അവിടെ ഉറപ്പിക്കാം. എടാ ഇവൻ ഇന്നലെ പൊട്ടിച്ച പൂച്ചട്ടികളും ടേബിൾ ഡാമും നീ എവിടെയാ ഒളിച്ചു വെച്ചിരിക്കുന്നത്? പൂച്ചട്ടികള് പൂച്ച ഓ എന്തൊരു രാഗവിസ്താരമായിരുന്നു. അല്ല ഈ അർദ്ധരാത്രിയിൽ അയൽക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നവർക്ക് എന്ത് വകുപ്പാ നിന്റെ ശിക്ഷാ നിയമത്തില്? അമ്മേ അത് പിന്നെ കൈമൾ സാർ വളരെ വേണ്ട നിർബന്ധിച്ചപ്പോ വേണ്ട 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 നീ ആരുടെ മേലും പഴി ചാരണ്ട. ഇത് കുറച്ച് കൂടുതലാവുന്നുണ്ടെന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. സോറി അമ്മേ, വെരി സോറി. ഇന്നലെ ഡോസ് അല്പം കൂടി പോയി. ഇത് അമ്മയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വേണ്ട, അല്ല, വേണ്ട. അല്ല, അല്ല, നിന്റെ സത്യം ഒന്നും അമ്മ എനിക്ക് ഇത് കേൾക്കുകയേ അമ്മ ഇത് വേണ്ട. കേൾക്കണം. ഇന്ന് മുതൽ ഉം. ഞാൻ ഉം. മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ല അല്ല, പൊയ്ക്കോ അമ്മ അവിടുന്ന്. അങ്ങനൊന്നും പേടിക്കണ്ട. ഞാൻ അതിന്റെ ഡോസ് കുറയ്ക്കും. കേട്ടാ കേട്ടാ, ഇതാ ഞാൻ പറഞ്ഞത്. നോക്കി അമ്മ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. നോക്കി ശരിക്കും നോക്കി. പോടോ അവിടുന്ന്. പോയി കുളിച്ച് റെഡിയാകും. നന്നായി. കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ 2 വർത്താനം പറഞ്ഞത് വളരെ നന്നായി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരാവശ്യമാണ്. നീ വലിയ വർത്തമാനം ഒന്നും പറയണ്ട. അവനെ വഷളാക്കുന്നതിൽ നിനക്കും ഉണ്ടൊരു പങ്ക്. ഇത്രയും പറഞ്ഞോണ്ട് ചോദിക്കുക, സാറ് സ്വല്പം കഴിക്കും, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി സ്വല്പം കഴിച്ചാൽ തന്നെ അത് ജോലിയെ ബാധിക്കുന്നില്ലല്ലോ. ഇനി അഥവാ ജോലിയെ ബാധിച്ചാൽ തന്നെ എന്താണമ്മേ ഞാൻ അതിന് കൂട്ടു നിൽക്കുവോ? പൊയ്ക്കോ അവിടുന്ന്. അമ്മേ അത് വേണ്ട. അതെ, നല്ല ഫിറ്റാണ്. കാരണം ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഇൻ മൈ ലൈഫ്. എന്റെ അനിയത്തിയുടെ കല്യാണം നിശ്ചയിച്ചിരുന്നോ? എത്ര നേരെ ഒറ്റയ്ക്ക് നിന്ന് അങ്ങനെ പ്രസംഗിക്കുന്നു? 10 minutes ആവുമല്ലേ? 10 minutes ആയി. എനിക്ക് കുടിച്ച മതി. അതെ. പോവാം. അയ്യോ എടാ, ഇതൊക്കെ സാർ അറിഞ്ഞാൽ മോശമാണ് കേട്ടോ. എന്തോന്ന് ഇങ്ങനെ സാറിന്റെ കക്ഷികളുടെ നിന്ന് വിസ്കിയും സിഗരറ്റും ഒക്കെ ഓസുന്നതേ മോശമാണ്. എടാ ഞാൻ ഓസുന്നെങ്കിലേ പകുതി നീ പോവാ പോവാ പോവാ. പോവാ. ഒരു സ്മോൾ കൂടെ കഴിഞ്ഞിട്ട് പോവാ. ഒരു ലാർജ് തന്നെ ആവട്ടെ. ആ, മതി സാർ, ഇപ്പൊ തന്നെ ഓറാണ്. ആരെ? നീ ഭയങ്കര സോപ്പായിട്ട് വരികയാണ്. സോപ്പ് നിന്റെ തന്തയാണ്. നീ സാറിന്റെ കാര്യം ഇത്ര ശ്രദ്ധിക്കണം. തമ്മ തല്ലി ചാവട്ടെ. കള്ളു കുടിക്കുന്നത് ആനന്ദിക്കാനാണ്. കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കി നാട്ടുകാർക്ക് പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കി IP സെക്ഷൻ എത്രയാടാ? അല്ല എനിക്കറിഞ്ഞു. വേറൊരു കാര്യം അറിയോ? വേറൊരു കാര്യം, ഞാനൊരു സ്ഥലത്ത് പോകുന്നു. സീക്രട്ട് ആയ സ്ഥലം. എവിടെയാണ് സാർ? രാധികയെ കാണാൻ പോകുന്നു. നല്ല കണ്ടീഷനിലാ പോകുന്നത്. എന്താ ഈ കണ്ടീഷൻ കുഴപ്പം? ഞാൻ വളരെ ഡീസന്റ് ആയിട്ട് പോകും. ഞാൻ പോവും. അതെ, ഈ ടിവിയിലൊക്കെ പാട്ട് പാടുന്ന ഒരു ഡോക്ടർ KS മേനോനില്ലേ, പുള്ളിയുടെ വീട് എവിടെ? ടിവിയിൽ പാടുന്ന ഡോക്ടർ KS മേനോന്റെ വീടോ? ഐ എം സോറി, TV പാട്ട് പാടുന്ന പുള്ളിയല്ല, പുള്ളിയുടെ ഡോക്ടർ രാധിക. ടിവിയിലൊക്കെ പാട്ട് പാടുന്ന KS മേനോൻ. ടിവിയിൽ പാട്ട് പാടുന്ന KS മേനോനല്ലേ ഡോക്ടർ KS മേനോൻ? നമ്മുടെ മേനോൻ. കാണിച്ചുകൂടെ? നടക്കാം. അവിടെ വേണോ? എവിടെ? അവിടെ ആ സൈഡിലോ? എവിടെ? ഇങ്ങോട്ടോ? കണ്ടിട്ട് പോളിയാ. വേണ്ട. അതെ, ഈ മാല ഡോക്ടർ KS മേനോനല്ലേ? വീഡിയോ വെച്ചാൽ മാല വീട്. അത് ശരി, മാല വീടുന്നല്ലേ പിച്ചാതെ കാണിക്കൂ. കുത്തോ? ഞാൻ വിടുന്നില്ല. 5-8 പവന്റെ മാലയാ ഡോക്ടർ KS മേനോൻ. മോതിരം അതങ്ങനെ ഊരാൻ പറ്റത്തില്ല. സോപ്പ് ഇട്ടാണോ ഊരാൻ? സോപ്പൊന്നും ഇടണ്ട. ഡോക്ടർ KS ഞാൻ ഊരി തരാം. ഡോക്ടർ KS മേനോന്റെ വീട്. വാച്ചില്ല. ഊരിയും തരണോ? ഇതങ്ങോട്ട് ഊരാൻ പറ്റുന്നില്ല. കണ്ടത് ഒരു ഡോക്ടർ KS മേനോൻ ഊരത്തില്ലടോ. ഊരാനില്ല. മേത്ത് വിട്ടുള്ള കളി മതി. അടിച്ച് പിറ്റായി വന്നിട്ട് നിനക്ക് വല്ല പെണ്ണുങ്ങളുടെ വീട് കാണാൻ ഞാൻ ഈ നാട്ടുകാരൻ തന്നെ കേട്ടോ. നിക്കേ ഒരു കാര്യം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഡോക്ടർ KS മേനോന്റെ വീട് അറിയാം. അതെന്താ ഒരു വീഡിയോ വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ്, ഒരു വീഡിയോ വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അത് മോശമാണ്. സോറി സാർ, വാദിക്കാണോ നോട്ടീസ് അയക്കേണ്ടത്? അയ്യോ, സാറ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പ്രതിക്കാണ് അയക്കേണ്ടതെന്ന്. അല്ല,
പ്രതിക്ക് അയച്ചോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എക്സ്ട്രാ ഒരെണ്ണം ഇങ്ങനെ കോമൺ സെൻസ് ഇല്ലടോ. അങ്ങനെയൊന്നുമില്ല സാർ. കോമൺ സെൻസ് ഇല്ലാത്തോണ്ടൊന്നും അല്ല. കാലത്ത് പോത്താ, ഈ ജൂനിയറായിട്ട് ജോലി ചെയ്ത് മടുത്തു. ഇനിയെങ്കിലും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയില്ലെങ്കിലേ ജീവിതാവസാനം വരെ നമ്മൾ ഇങ്ങനെ ജൂനിയേഴ്സ് ആയിട്ട് തുടരേണ്ടി വരും. അതെ, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള കെൽപ്പും വിവരവും ഉണ്ടാകുന്നവരെ ഇങ്ങനെ അങ്ങ് കഴിയുന്ന അളിയാ ബുദ്ധി. ഈച്ച അടിച്ചോണ്ടിരിക്കുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റ് ആവുന്നതിനേക്കാളും നല്ലത് വളരെ ബിസി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ ജൂനിയർ ആയി കഴിയുന്നതാണ്. ഡേ, കാലത്തെ ഒരുമാതിരി ആക്കരുത്. അല്ലെങ്കിൽ നിന്റെ മനസ്സ് മുഴുവൻ വിഷമാ. ഞാൻ ഒരിക്കലും തിരക്കുള്ള വക്കീലാവില്ലെന്നല്ലേ നീ പറഞ്ഞതിന്റെ ദുസൂചന? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. വെറുതെ വഴക്കുണ്ടാക്കാൻ വരരുത് ഗോപാലകൃഷ്ണ. ആര് തുടങ്ങി വെച്ചത്? നീയോ ഞാനോ? ഈച്ച അടിച്ചോണ്ടിരിക്കും പോലും. എടാ, പ്രകാശ് സാറിന് സോപ്പിട്ട് എന്നും അങ്ങനെ എച്ചിൽ കഴി സിൽബന്തിയായി കഴിയുന്നതായിരിക്കും നിനക്കിഷ്ടം. പക്ഷേ എന്നെ അതിന് കിട്ടൂല. ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ചിട്ടി കമ്പനി നടത്തി നാട്ടുകാരുടെ കാശ് അടിച്ചോണ്ട് രാഖിരാമൻ നാട് വിട്ട കൃഷ്ണ പണിക്കരുടെ മകന്റെ തറവാട്ട് മുഴുവൻ നാട്ടുകാർക്കൊക്കെ അറിയാം. ഏതായാലും നിന്റെ അപ്പന്റെ അത്ര കള്ളനല്ലടാ. കഷണ്ടി മാറ്റാനുള്ള മരുന്നാണെന്നും പറഞ്ഞ് ആവണക്കെണ്ണ കുപ്പിയിലാക്കി നാട്ടുകാർക്ക് വിറ്റ് കാശുണ്ടാക്കാനടാ നിന്റെ തന്ത ഉണ്ടപ്പാപ്പി. എന്തിനാടാ വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത്? നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ? എടാ, മനുഷ്യനായ സ്വന്തം കഴിവിൽ വിശ്വാസം വേണം. അതങ്ങനെ 5 ചാൻസിൽ LLB പാസ്സാവാൻ എവിടുന്ന് ആത്മവിശ്വാസം ഉണ്ടാവുക? എത്ര ചാൻസ് പാസ്സായെങ്കിലും ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB ഡിഗ്രി എടുത്ത്, അല്ല നിന്നെ പോലെ കേരളത്തിന് പുറത്തുപോയി പ്രൊഫസർക്ക് അണ്ടിപ്പരിപ്പ് കൊടുത്ത് ഉണ്ടാക്കിയ ഡിഗ്രി അല്ലേ ഇത്? എടാ, നീ കുറെ നേരമായിട്ട് വളയുന്നുണ്ട്. എടാ, രാവിലെ മുതൽ നീ എന്റെ മേക്കിട്ട് കിടന്നടാ. കുറെ നേരം. എന്താ രാവിലെ വലിയൊരു സ്നേഹപ്രകടനം? ബർത്ത്ഡേ ആണ് സാർ, അതുകൊണ്ട് കെട്ടി ഞാൻ. ആണോ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അല്ല സാർ, ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്നത്തെ കംപ്ലീറ്റ് ചെലവ് പോത്തന്നെ കണക്കായിട്ടാ. അതെയോ? വൈകുന്നേരം നമുക്ക് ഗംഭീരമാക്കി കളയാം.